സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ആരെയാണ് കുറ്റപ്പെടുത്താൻ തോന്നുന്നത്? നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? നമുക്ക് ആരെയും കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. നമ്മളിൽ തന്നെ എല്ലാ ഭാഗ്യവും ഉണ്ട്. പക്ഷേ മനുഷ്യർക്ക് സാധിക്കാത്തതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ആരാധനാലയങ്ങളിൽ പോകുന്നതും അവിടെ നിന്ന് നേടാൻ നമ്മൾ ശ്രമിക്കുന്നതും. അവിടെ നിന്ന് മാത്രമേ നമുക്ക് പറ്റാത്തതായ കാര്യങ്ങൾ നേടാൻ കഴിയൂ. അതുകൊണ്ടാണ് ഈശ്വര ശക്തികളെ നമ്മൾ ആശ്രയിക്കുന്നത്, അഭയം തേടുന്നത്. എല്ലാ കാര്യങ്ങളും മനുഷ്യന് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഈ ശക്തികൾക്ക് പ്രശസ്തി ഇല്ലാതെയായി മാറിയേനെ. അവരിലുള്ള ഭാഗ്യം അവർ ഞങ്ങൾക്ക് തരുന്നത് നമ്മളിലുള്ള വിശ്വാസം കൊണ്ടാണ്. നമ്മൾ അവരെ വിശ്വസിക്കുകയും അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ അവർ അതിനപ്പുറം ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. ഇല്ലാത്ത ഒന്നിൻ്റെ പിറകെ അല്ല മനുഷ്യർ പായുന്നത്, ഉള്ള ഒന്നിൻ്റെ തന്നെയാണ്. അവനവൻ്റെ അനുഭവം ഏറ്റവും വലുതാണ്. ഈ അനുഭവത്തിലൂടെ നമുക്ക് നേടാൻ കഴിയാത്തത് ഒന്നുമേ ഇല്ല. പക്ഷെ അതിൽ ചതിയും വഞ്ചനയും എല്ലാം കാണും. അത് മനസ്സിലാക്കാനുള്ള വിവേകം ഓരോ മനുഷ്യർക്കുണ്ട്. അവരത് എടുക്കണം, അതിനനുസരിച്ച് നീങ്ങണം. ശക്തിയും ബുദ്ധിയും ഭഗവാന്റെ അടുത്ത് ചോദിച്ച് വാങ്ങിക്കണം. നന്മയായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നന്മ കിട്ടും. സത്യത്തെ ജയിക്കാൻ വേറെ ഒന്നിനും പറ്റില്ല. സത്യത്തെ തോൽപ്പിക്കാനും ആർക്കും കഴിയില്ല. സത്യത്തിൽ തന്നെ ഉറച്ചു നിന്നാൽ നമുക്ക് എല്ലാം നേടാൻ കഴിയും. ഭഗവാൻ അത് നമുക്ക് തന്നിരിക്കും. മനുഷ്യർക്ക് പറ്റാത്ത കാര്യങ്ങൾ ഈശ്വരന് പറ്റും. ഈശ്വരൻ നമ്മൾക്കത് ഭാഗ്യവും സൗഭാഗ്യവുമാക്കി മാറ്റിത്തരും. അതിലാണ് നമ്മുടെ വളർച്ചയും ഉയർച്ചയും എല്ലാം. നമുക്ക് കിട്ടുന്ന ഈ മഹാഭാഗ്യം എല്ലാവർക്കും കൊടുക്കണം. എല്ലാവർക്കും കൊടുക്കാൻ കഴിയും. എല്ലാവരും നേടിയെടുക്കട്ടെ. എല്ലാവർക്കും വേണം ഇത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.